ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ തിരിക്കുന്നത് ഇൻക്ലൂഡിങ് CC 560 തന്നെയാണ് കേട്ടോ. 560യുടെ കോമ്പോസിനാണ് ആൾക്കാർ കൂടുതലും തോന്നുന്നുണ്ട്. എല്ലാവരും ഇത് ചോദിച്ചിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട കോമ്പോസ് കുറേ പേര് ചോദിച്ച് വരുന്നുണ്ട്. അതിലിപ്പോൾ ഒന്നും അവൈലബിൾ അല്ല, എല്ലാതും സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഇന്നിടണ ഈ കോമ്പോസ് നോക്കാം. അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് ഫോട്ടോ അയക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോമ്പോയ്ക്കകത്ത് വരുന്നത് നല്ലൊരു അഞ്ചുമാനി പിങ്കിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ് കേട്ടോ. അടുത്ത് വരുന്നത് ബാർബി ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് റൈസ് നാഡോയുടെ ഒരു പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് ഇൻക്ലൂഡിങ് CC 560ക്ക് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ വലിയൊരു റെഡ് ഏഞ്ചലിൻ്റെ വലിയൊരു പ്ലാന്റ്, തായ് സൂപ്പർ വൈറ്റിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഇത് വരുന്നത് ക്ലിയോപാട്രയുടെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് കേട്ടോ. മൂന്നാമത്തെ കോമ്പോയ്ക്കകത്ത് 2 പ്ലാന്റാണ് വരുന്നത്. ഒന്ന് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ലിപ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്, മദർ പ്ലാന്റാണ് വിത്ത് ഒരു ഷൂട്ടുണ്ട് കേട്ടോ. നല്ലൊരു തൈയുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു കളർ വന്നിട്ടുള്ള ബ്ലാക്ക് ലിപ്റ്റിക്കാണ് മദർ. അടുത്ത അതിൻ്റെ കൂടെ വരുന്നത് തായ് റെഡാണ്, സൂപ്പർ റെഡ് പോലെ കളർ വന്നിട്ടുള്ള ലീഫുകളൊക്കെയാണ് കേട്ടോ. കണ്ടോ, നല്ല പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത കോമ്പോയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പോ ഒറ്റ സെറ്റേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോ കേട്ടോ. ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോ. നാലാമത്തെ കോമ്പോയ്ക്കകത്ത് 2 പ്ലാന്റാണ് വരുന്നത്. ഒന്ന് നമ്മുടെ തായ് സൂപ്പർ വൈറ്റിൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ, മദർ പ്ലാന്റ്. നല്ല ബുഷി പ്ലാന്റാണ് തായ് സൂപ്പർ വൈറ്റിൻ്റെ. പിന്നെ കൂടെ വരുന്നത് തായ് റെഡിൻ്റെ പ്ലാന്റാണ്. റെഡല്ല, ഒരു ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് നല്ല ബുഷി പ്ലാന്റാണ്. ഈ 2 പ്ലാന്റാണ് നമ്മുടെ നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അഞ്ചാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ 3 പ്ലാന്റാണ് അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഒന്ന് ഫയർ റെഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്, നല്ല കളറുള്ള പ്ലാന്റാണ് കേട്ടോ ഫയർ റെഡിൻ്റെ. അടുത്തത് സ്റ്റാർ പിങ്കിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് റെഡ് എമറാൾഡിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇനി ആറാമത്തെ കോമ്പോയിൽ 2 പ്ലാന്റാണ് വന്നിരിക്കുന്നത്. വലിയ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ടും. അപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് നല്ല ഡിമാൻഡുള്ള പിങ്ക് ക്യാൻഡിയുടെ വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് ക്യാൻഡിയുടെ പ്ലാന്റ്, നല്ലൊരു മദർ പ്ലാന്റ് പിങ്ക് ക്യാൻഡിയുടെ. അടുത്തത് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചൈനയുടെ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് സാധാ ചൈനയുടെ പോലെയല്ല കേട്ടോ, ഇതിൻ്റെ സ്ട്രക്ചർ ഇത്തിരി കൂടി വ്യത്യാസമുണ്ട്. ഇങ്ങനെ വലിയ തണ്ടുകൾ വരും, വലിയ തണ്ട് വന്നിട്ടാണ് നീളമുള്ള ലീഫുകൾ വരിക. അവരൊക്കെ അടുക്കടുക്ക് പോലത്തെ തണ്ടുകൾ വരിക. ഇത് നല്ല നീളത്തിലാണ് കേട്ടോ വരിക. നല്ല ബുഷി പ്ലാന്റാണ്, മദർ പ്ലാന്റാണ്. ലീഫുകൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വീണ് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 മദർ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ കോമ്പോ. 6 കോമ്പോയാണുള്ളത്. അപ്പോൾ ഇതാണ് ആറാമത്തെ കോമ്പോ കേട്ടോ, 2 മദർ പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തവരുടെ പ്ലാന്റ്സൊക്കെ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ് അയക്കുക. അതിപ്പോൾ DTDCയും സ്പീഡ് പോസ്റ്റൊക്കെ ഡിലേ ആയ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.